ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഒരു 6th സ്റ്റാൻഡേർഡിലോട്ടാണ് പോകുന്നത്. എൻ്റെ ചേട്ടനാണെങ്കിൽ 9th എന്നിട്ട് ചേട്ടൻ ഇപ്പോഴും പൊതിയാൻ അറിഞ്ഞുകൂടാ. മീൻസ് നോട്ട്ബുക്ക് പൊതിയാൻ. ബട്ട് ഞാനാണ് ചേട്ടൻ്റെ ബുക്കൊക്കെ പൊതിഞ്ഞ് കൊടുക്കും. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പൊതിയാനുള്ളത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാൻ പോകും. അപ്പോൾ ഇപ്പോഴും പൊതിയാൻ അറിയാതെ ഒക്കെയുള്ള പിള്ളേർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് ടു സ്കൂളായിട്ട് അമ്മമാരെ അധികം ശല്യപ്പെടുത്തുന്നുണ്ടാവും. അമ്മമാർ ഓൾറെഡി ഫ്രസ്ട്രേഷനിലായിരിക്കും ഇരിക്കുന്നത്. എന്നുവെച്ചാൽ വീട്ടുപണിയെല്ലാം ചെയ്ത് അങ്ങനെയായിരിക്കും. അപ്പോൾ അമ്മമാരെ ശല്യപ്പെടുത്തുന്നത് നമുക്ക് തന്നെയായിട്ട് പൊതിയാൻ അങ്ങനെ ഒരു രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് 1ാം ക്ലാസ്സിൽ വെച്ചാണ് പഠിച്ചത്. 1ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ പൊതിയുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര രസമായിരിക്കും. അപ്പോൾ 1ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പോഴേ അന്ന് മുതൽ ഞാൻ എല്ലാ ബുക്കും ഞാൻ തന്നെ എഴുതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ആ ഒരു ഇതിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. ബുക്കിൻ്റെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ടായി മുറിച്ചെടുക്കുക. ദെൻ ബുക്കിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ലൈൻ പോലെ ഷോണാവും. എന്നിട്ട് അവിടെ നിന്ന് അകത്തോട്ട് മടക്കി കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ അടുത്ത സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ അകത്തോട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്ത ശേഷം അവിടെ ആദ്യം തന്നെ ടൈറ്റ് അയക്കാൻ 2 സ്റ്റെപ്പും സ്റ്റാപ്ലർ ഉപയോഗിക്കും. സ്റ്റാപ്ലർ അല്ലെങ്കിൽ അകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സെല്ലോ ടേപ്പ് അടിക്കുക. ഇനി സ്റ്റാപ്ലറും ഈ സിസേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിൽഡ്രൻസ് മസ്റ്റായിട്ട് ഒന്ന് സൂക്ഷിക്കാം. കൈ മുറിയാൻ നല്ല വാസന. ഞാൻ ഒരാഴ്ച മുമ്പ് ഈ പൊതിയലിൻ്റെ തിരക്കായിട്ട് കൈ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാരൻസിൻ്റെ ഹെൽപ്പും കൂടെ ആണ് നിങ്ങൾ ഈ കത്രിക ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു അവിടെ ഈ ഒരു എൻഡി വെച്ച് അവിടെ നിന്ന് കട്ടി ഇങ്ങനെ വരച്ചെടുക്കും. ദെൻ ഈ സൈഡിൽ നമ്മൾ ഇവിടെ നേരത്തെ ഇവിടെ ചെയ്താൽ മതി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ അതെടുത്തിട്ട് അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കുക. അകത്തോട്ട് മടക്കിയിട്ട് അവിടെ ഒതുങ്ങിക്കാൻ വേണ്ടി 2 സ്റ്റാപ്ലർ അടിക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെല്ലോ ടേപ്പ് അടിക്കുക. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് സൂക്ഷിക്കണം. കാരണം കൈയൊന്നും അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാപ്ലർ അടിക്കാൻ പാടില്ല. നിങ്ങളുടെ കൈ എന്തും പറ്റും. എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പാരൻസൊക്കെ ഹെൽപ്പോടെ യൂസ് ചെയ്യണേ ഇച്ചിരിയും കൂടെ ബെറ്ററായിരിക്കും. ഞാനൊക്കെ 1ാം ക്ലാസ് വെച്ച് പഠിച്ചത്. നമുക്ക് ഞാൻ ഒത്തിരി കൈ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് നന്നായിട്ട് കയ്യിൻ്റെ ഈ ഒരു തൊലി ഫുള്ളായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ശ്രദ്ധിക്കണം. പക്ഷേ 6th പറയുന്നത് എന്നുവെച്ചാൽ 6th നമുക്ക് നമ്മുടെ ബുക്ക് തന്നെ പൊതിയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊന്നും പൊതി അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ പോയി നോക്കാം. എന്നിട്ട് അപ്പോൾ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ തോന്നി അയ്യോ കഷ്ടം, ഞാൻ മാത്രം അനിയൻ എന്നെക്കാളും എന്താ പക്വത, അല്ലെ അനിയത്തി എന്നെക്കാളും എന്താ പക്വത, അവൾ എല്ലാ ബുക്കും പൊതിയുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതിയാൻ പഠിക്കുന്ന ഇച്ചിരി കൂടി നല്ലത് വലുതാവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ പറഞ്ഞ് അവസാനം നമ്മുടെ ബുക്ക് പൊതിയൽ കംപ്ലീറ്റായി. എല്ലാം നന്നായിട്ട് തന്നെ പൊതിഞ്ഞ് എടുത്തി. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുറേ വീഡിയോസിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.